റാന്നിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ പിടിയിൽ. റാന്നി സ്വദേശികളായ അരവിന്ദ്, ശ്രീകുട്ടൻ, അജോയ് എന്നിവരാണ് പിടിയിലായത്. എറണാകുളത്താണ് പ്രതികൾ പിടിയിലായത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ പ്രതികൾക്ക് ഈ കേസിൽ നേരിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഭാഗത്ത് ഈ പ്രതികൾ കാർ ഉപേക്ഷിച്ചതിന് ശേഷം കടന്നു കളയുകയായിരുന്നു. ഈ പ്രതികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. അരവിന്ദ് എന്നയാളായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഇന്നലെ റാന്നി ബിവറേജ് കോർപ്പറേഷന് ഔട്ട്ലെറ്റിന് മുന്നിൽ വെച്ച് ഈ കൂട്ടരും തമ്മിൽ സംഘം തിരിഞ്ഞുകൊണ്ടുള്ള സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിന് തൊട്ട് പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നത്. പിടിയിലായ ഈ 3 പ്രതികൾ ഉൾപ്പെടുന്ന സംഘവും കൊല്ലപ്പെട്ട ആളുടെ ഉൾപ്പെടുന്ന സംഘവും ചേർന്നുകൊണ്ടായിരുന്നു സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിന് തൊട്ട് പിന്നാലെ വെല്ലുവിളികളുണ്ടായി. മന്ദമൃതിയിൽ വെച്ച് ഏറ്റുമുട്ടാം എന്നുള്ള വെല്ലുവിളിയായിരുന്നു ഉണ്ടായത്. പിന്നീട് അമ്പാടി സുരേഷ്, ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന അമ്പാടി സുരേഷ് അടങ്ങുന്ന സംഘമാണ് ആദ്യം മന്ദമരുതിയിൽ എത്തിയത്. അതിനുശേഷം അവിടെ കാറിൽ എത്തി റോഡിൽ ഇറങ്ങി നിന്ന അമ്പാടി സുരേഷിനെ ഇപ്പോൾ ഉള്ള പിടിയിലായിരിക്കുന്ന പ്രതികൾ അടങ്ങുന്ന സംഘം കാറിലെത്തി കാർ ഇടിപ്പിച്ച് വീഴ്ത്തുകയായിരുന്നു. കാർ ഇടിപ്പിച്ച് അമ്പാടി സുരേഷിനെ വീഴ്ത്തിയതിനു ശേഷം അമ്പാടിയുടെ ശരീരത്തിന് മുകളിലൂടെ കാർ കയറ്റി അരുംകൊല നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പ്രതികൾ കുന്നം ഭാഗത്ത് കാർ ഉപേക്ഷിച്ച് എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്നു. എറണാകുളത്താണ് ഇവർ ഉള്ളതെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. വിവിധ CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രതികൾ കടന്നു കളഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ എറണാകുളം ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയും ഇന്നലെ രാത്രി തന്നെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക സംഘം അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് 3 ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരെ ഇന്ന് വൈകിട്ടോടുകൂടി റാന്നി പോലീസ് സ്റ്റേഷനിലെത്തിക്കും. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. എന്താണ് ഈ കൊലപാതക കാരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇന്നലെ ഉണ്ടായ സംഘർഷം മാത്രമാണോ, അതോ നേരത്തെയും ഈ സംഘങ്ങൾ തിരിഞ്ഞുകൊണ്ടുള്ള സംഘർഷങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. 2 സംഘങ്ങൾ തിരിഞ്ഞുകൊണ്ടുള്ള സംഘർഷം ഉണ്ടാകുന്നു. കൊല്ലപ്പെട്ട അമ്പാടി സുരേഷും ഒരു കൂട്ടരും, മറ്റൊന്ന് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികളും ഒരു വിഭാഗം ആളുകളുമായിരുന്നു ആ സംഘർഷത്തിൽ പങ്കെടുത്തത്. അതിനുശേഷം വീണ്ടും വെല്ലുവിളികൾ ഉണ്ടാകുന്നു. ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടാമെന്നുള്ള വെല്ലുവിളി നടത്തുന്നു. അവിടെ 2 സംഘങ്ങളും എത്തുന്നു. ആദ്യം എത്തിയ അമ്പാടിയെ ഇടിച്ചു വീഴ്ത്തി അരുംകൊല നടത്തുകയും ചെയ്യുന്നു. അമ്പാടിയുടെ പിതാവ് പറയുന്നത് അമ്പാടി സുരേഷിന് മറ്റു ആളുകളുമായിട്ടൊന്നും ശത്രുതയില്ല. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ആദ്യമേ കൃത്യമായ വിവരം ലഭിച്ചിരുന്നില്ല. അപകട നിയന്ത്രണമായിരുന്നു എന്ന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിച്ചത് എന്നാണ് അമ്പാടി സുരേഷിന്റെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസും ഇതൊരു അപകടമരണമാണ് എന്നുള്ള വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. ആ തരത്തിലായിരുന്നു FIR തയ്യാറാക്കിയത്. അതിനുശേഷം രാത്രിയിൽ ഈ മൃതദേഹം പരിശോധിച്ചപ്പോൾ അസ്വാഭാവികമായ രീതിയിൽ സാധാരണ ഉണ്ടാകുന്ന അപകടത്തിനപ്പുറത്തേക്കുള്ള പരിക്കുകൾ ഈ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. ഈ സ്ഥലം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും വിവിധ തരത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ഈ 3 പ്രതികളെ കണ്ടെത്തുന്നതിന് ഇന്നലെ രാത്രി മുതൽ തന്നെ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തത്. നിലിമ. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.